തൃക്കാക്കര ക്ഷേത്രത്തിലേക്കൊന്ന് പോകാം. അവിടെ ഉത്സവം നടക്കുകയാണ്. അവിടെയും ആയിരങ്ങൾ ഒഴുകിയെത്തിയിട്ടുണ്ട്. തൃക്കാക്കര ക്ഷേത്രത്തിലെ ഉത്സവത്തിന് സാക്ഷ്യം വഹിക്കാനെത്തിയ പൊതുജനങ്ങളിലൂടെ നമുക്ക് നടന്നു നോക്കാം. ശ്യാം കുമാർ ചേരും ജനങ്ങൾക്കിടയിൽ നിന്ന്. ശ്യാം, തൃക്കാക്കരയിലെ വിശേഷങ്ങൾ പറയൂ. കേരളത്തിലെ ഏറ്റവും വലിയ വിശേഷം നടക്കുന്ന സ്ഥലമാണ് ഓണത്തോടനുബന്ധിച്ച് തൃക്കാക്കര. കാരണം തൃക്കാക്കര അപ്പൻ ഇവിടെയാണുള്ളത്. ഓണവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും സവിശേഷമായ ഐതിഹ്യങ്ങൾ ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ ഉത്രാടപ്പാച്ചിൽ അതിൻ്റെ ഒരു മിനിയേച്ചർ ഇവിടെ കാണാം. ഇന്ന് ഉത്രാടം, നാളെ തിരുവോണത്തിനുമൊക്കെ ആളുകൾ ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട്. ആ ആഘോഷമാണ് ഇവിടെ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരോട് തന്നെ ചേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് തൃക്കാക്കരയാണ്, ഓണം എവിടെ വരെയായി? തൃക്കാക്കരയിൽ ഇന്നിപ്പോ ഉത്രാട ദിനമാണ്, നാളെയാണ് തിരുവോണ ദിനം. അപ്പൊ ഇന്ന് ഉത്രാട സദ്യയൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ നാളെ തിരുവോണ ഗംഭീര സദ്യ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നാളത്തോടു കൂടി 10 ദിവസത്തെ ഉത്സവം കഴിയും. ഓണത്തിന്റെ നാടാണല്ലോ, എങ്ങനെയാണ് ആഘോഷം? അയ്യോ, തൃക്കാക്കരപ്പന്റെ ഏട്ടിൽ ആഘോഷമാണ് കാണുന്നത്. എല്ലാവരും ഈ നാട്ടിലെ എല്ലാവരും ജാതി മതം ഭേദമന്യേ എല്ലാവരും വരുന്ന സ്ഥലമാണ് ഈ സംഭവം. ഓണം സന്തോഷമായിട്ട് എടുക്കുന്നു, നല്ല ഹാപ്പിയായിട്ട് എടുക്കുന്നു. അപ്പോ എസ് കെ ഇവിടെ ഇങ്ങനെ ഓണത്തിന്റെ ആഘോഷം നടക്കുകയാണ്. ഇവിടെ ഇങ്ങനെ കച്ചവടമൊക്കെ വലിയ രീതിയിൽ പൊടിപൊടിക്കുന്നുണ്ട്. ഓണൊക്കെ ഈ അടുത്തല്ലേ, നാളത്തോട് തീരല്ലേ ഓണം. അതെ, നമ്മുടെ നാട്ടിലല്ലേ ഓണം തന്നെ. നമ്മുടെ മണി സ്പെഷ്യല നല്ല സദ്യയും ഒക്കെ ഉണ്ട് ഇവിടെ. എല്ലാം ഇവിടെയാണ്, വന്നു കൊണ്ടിട്ട് പോയാൽ മതി. നമ്മുടെ ഓണം എസ് കെ നമ്മളെ ഉണ്ണാനൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ ആഘോഷം പൊടിപൊടിക്കുകയാണ്. ഏതായാലും ആയിരക്കണക്കിന് ആളുകളാണ് എസ് കെ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നത്. ഒരു കാര്യം ഓണം ഇവിടെ ഇതിന്റെ മുമ്പിലാണ്. സദ്യ എവിടെയാണ്? ഇവിടെയാണോ വീട്ടിലാണ്? ഇവിടെ തന്നെ സദ്യ നാളത്തെ. ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ വിളമ്പാൻ എല്ലാത്തിനും കൂടിയിട്ടേ പോകത്തുള്ളൂ. ഇവിടെ തന്നെ ഓണം മൂടി. എസ് കെ അങ്ങനെ തൃക്കാക്കരക്കാരാണ്. അവരുടെ ഓണം മൂഡിലേക്ക് അങ്ങനെ എത്തുകയാണ്. അതിന്റെ വൈബിലാണ് എല്ലാവരും ഉള്ളത്. നാളെ തിരുവോണ സദ്യയും കഴിഞ്ഞാകും ഇവിടെ നിന്ന് ആളുകൾ പോവുക. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നു. വലിയ ആഘോഷത്തിലാണ് തൃക്കാക്കര ദേശമാകെ. കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകളൊക്കെ ഇങ്ങോട്ട് തൃക്കാക്കര അപ്പനൊപ്പം ഓണം ആഘോഷിക്കാനായിട്ട് എത്തിച്ചേരാറുണ്ട്. ഏതായാലും ഓണത്തിന്റെ ആ ഒരു മൂഡിൽ ഇങ്ങനെ പോവുകയാണ് തൃക്കാക്കരക്കാർ. അവരെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ കാണാം. ഓണത്തോടനുബന്ധിച്ചുള്ള സ്പെഷ്യൽ ആവുമെന്ന് അറിയില്ല, വിശ്വസിച്ചങ്ങോട്ട് കഴിക്കണം, അത്ര തന്നെ. അതെ, തിരക്കാണല്ലോ, പക്ഷെ കിട്ടല് വലിയ ബുദ്ധിമുട്ടല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടായി. എന്തെങ്കിലും ആക്കും വീട്ടിൽ നിന്ന്. അപ്പൊ അങ്ങനെ ഈ ഉത്സവത്തിന്റെ ഒരു മൂഡിൽ അങ്ങനെ ഇവിടെ ആളുകൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കൂട്ടം ചേച്ചിമാരുണ്ട്. അമ്മ, ഇത് തൃക്കാക്കര, നിങ്ങൾ ഓണത്തിന്റെ നാട്ടുകാരാണല്ലോ, എങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? നാളത്തെ സദ്യയൊക്കെ എങ്ങനെയാ? നാളെ സദ്യ ഇവിടുന്ന് കഴിക്കണതല്ല പ്രാവശ്യം. ഓൺ ഡ്രസ് അല്ല, അത് നാളെ. അതെ അതെ, നല്ല രസമായിട്ട് പോകുന്നുണ്ട് ഓണമൊക്കെ. പാലട ഉണ്ട്, പിന്നെ പരിപ്പുണ്ട്, ഗോതമ്പ്. അപ്പൊ എസ് കെ അങ്ങനെ ഇവിടെ ഓണം അങ്ങനെ ആഘോഷിച്ച് മുന്നോട്ട് പോവുകയാണ്. അടിപൊളിയായി, സൂപ്പറായിരുന്നു. നല്ലോണം, അതെ, പൊളിച്ച്. അപ്പൊ അങ്ങനെ ഓണം ആഘോഷിച്ച് പോവുകയാണ് എസ് കെ തൃക്കാക്കരക്കാർ. ഏതായാലും നാളെ തിരുവോണത്തിന്റെ ആഘോഷം കൂടി കഴിയുമ്പോഴേ തൃക്കാക്കരക്കാർ വീട്ടിൽ പോകുകയുള്ളൂ. ഓണത്തിന്റെ സദ്യ പോലും ഇവിടെയാണ് തൃക്കാക്കരക്കാർക്കുള്ളത്. അങ്ങനെ ഓണത്തിന്റെ ഒരു മൂഡിലേക്ക് തൃക്കാക്കര ദേശമാകെ പോവുകയാണ്, കേരളമാകെ പോവുകയാണ് എസ് കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.